ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമായിട്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്തായിരുന്നു? കുറച്ച് ബിസി ആയിരുന്നു. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഗസ്സിങ് റെഡിയാണെന്ന്. അവരുടെ ഗസ്സിങ് കറക്റ്റാണ്. വി ആർ പ്രഗ്നന്റ്. നീ മാത്രം. അതെന്താ? അപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോസ് ഇടാതിരുന്നത്. അപ്പം ഇപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് 5ാമത്തെ മാസത്തിലോട്ടാട്ടോ കിടക്കണത്. അപ്പോൾ ഇന്നൊരു ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോഴാണ് നമുക്ക് 5th മന്തിലെ സ്കാനിങ് പറയുള്ളൂ. അപ്പോൾ ഇത്രയും നാളും വീഡിയോസിലൊന്നും പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് രണ്ടാർക്കും അത്യാവശ്യം ടെൻഷൻ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു 3 months ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്, അല്ലേ? 3 months ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുവരെയും മാഷാല്ലാ ഒരു കുഴപ്പമില്ല. ബേബി ഓക്കെയാണ്, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു 3 months കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ വരുമല്ലോ, എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നും. അപ്പോഴും അതിനൊന്നും അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടില്ല, കാരണം എല്ലാവരോടും കൂടി ഇങ്ങനെ വീഡിയോയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും വീഡിയോ ഇടാനായിട്ടൊരു ഇതില്ല. കാരണം ഒരു 3 months വരെയും അത്യാവശ്യം വൊമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നോർമലായിട്ടുള്ളതുപോലെ തന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളും ഓർക്കമെൻ്റൊക്കെ അപ്പോൾ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറേ അല്ല, എന്നാലും നോർമൽ രീതിയിൽ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും ഇടാനായിട്ടുള്ളൊരു മടിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ്, മടിയായിരുന്നു. ഇനി കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെന്താ പറയാ, ഇതിൽ പറയാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്കപ്പം കാണാം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുക്കണം. 5th മന്തിൽ നമ്മുടെ അനോമലി സ്കാനും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഫാസ്റ്റിങ്ങിലാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഫാസ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം 1 hour കഴിഞ്ഞിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 hour കൂടെ, അങ്ങനെ 3 hour ആട്ടോ ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നത്. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് വന്നു. ഈ ഗ്ലൂക്കോസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. എല്ലാവർക്കും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്കാനിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ബേബി ഓക്കെയാണ്, ഹെൽത്തി. അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ.